അപ്പോൾ ഇന്ന് നമുക്ക് ലാർജ് സൈസ് സ്ക്രഞ്ചി ഉണ്ടാക്കുക. നല്ല ക്യൂട്ടായിട്ടുള്ള ലാർജ് സൈസ് സ്ക്രഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളെടുത്ത ഫാബ്രിക്ക് ഇതുപോലെ നാല് പീസായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ രണ്ടായി, അതുപോലെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ 4 പീസായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് നല്ലപോലെ തന്നെ നീറ്റ് അടിയിലൊന്നും ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് ഇങ്ങനെ മടക്കി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് എടുക്കാം. ഞാനിവിടെ ഇതാ ലാർജ് സൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ഭാഗം നമ്മുടെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഏത്തക്കുത്തനൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഞാനിതാ ഈ താഴ്ഭാഗത്തും ഇങ്ങനെ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ് എന്താക്കാൻ വളഞ്ഞു കട്ട് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വളയും തിരിയൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നീളം എടുത്തിട്ടുള്ളത് 42 ഇഞ്ചാണ്. അപ്പം വീതി നമ്മളെടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് പിടിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്റ്റൈലുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കട്ടാക്കാൻ കഴിയൂട്ടാ. ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കാട്ടാ. അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതല്ല, അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരിക്കണം. നമ്മുടെ നൂലെപ്പം എന്താ പറയുക, അടിയിൽ മെഷീൻ്റെ അടിയിൽ കുടുങ്ങാത്ത രീതിയിൽ നോക്കിയിട്ട് സ്റ്റിച്ചാക്കണം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന നമുക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പം നമ്മൾ എന്താക്കാം, നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതാ നമ്മുടെ 42 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലാസ്റ്റിക് വേണം. ഞാനിവിടെ അലാസ്റ്റിക് എടുക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് അളവിൽ നമുക്ക് അലാസ്റ്റിക് മെഷർ ചെയ്തിട്ട് നമുക്ക് ആ അലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ മിന്നാന്നിട്ട വീഡിയോ കണ്ടു നോക്കുക. അതിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്കിതെന്താക്കാം, സ്റ്റിച്ചാക്കി എടുക്കാം. നമ്മൾ മിന്നാന്ന് ചെയ്തതുപോലെയല്ല ഇത് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ തന്നെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ചാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അതിപ്പോൾ ഇതിൻ്റെ 2 ഓപ്പൺ സൈഡ് അപ്പുറം ഇപ്പുറം ഇതിൻ്റെ ഓപ്പൺ വശം ഉണ്ടാവും. ആ ഒരു സൈഡ് ലാസ്റ്റാണ് നമുക്ക് കൂട്ടിയടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത 2 മെത്തേഡിൽ ഞാൻ കാണിച്ചു തരുമെന്നുള്ളത്. ആ ഒരു മെത്തേഡാണിത്. അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതുപോലെ ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ അങ്ങോട്ടേക്ക് സൈഡിലോട്ട് പോയി സ്റ്റിച്ച് ആക്കരുത്. അപ്പോൾ എന്താവും, അടിവ് വിൽക്കില്ല. ഒരു ഭാഗത്ത് മാത്രം സ്റ്റിച്ച് വിൽക്കും, ഒരു സൈഡ് ഇങ്ങനെ പുറത്തോട്ടാവും. അപ്പോൾ കുറച്ച് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല നീറ്റാണോ എന്നും കൂടെ നോക്കണം. അങ്ങനെ ഇതടിച്ചു കൊടുക്കലാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് നമ്മൾ സൈഡിൽ മുള്ളുസൂചി വെച്ചിട്ടോ, മുള്ളുസൂചി നമ്മുടെ ഈ ഒരു സൈഡിൽ അറ്റത്തോട്ട് കുത്തി കൊടുത്തിട്ട് ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയറായി സ്റ്റിച്ചായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഞാനിത് അടിച്ചിപ്പോൾ ലാസ്റ്റോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു അടിഭാഗം കണ്ടോ, ഈ ഒരു ലാസ്റ്റിൽ ഈ ഒരു ഭാഗം ഇത്ര ഗ്യാപ്പ് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും ഇത്ര ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 2 സൈഡും കൂടെ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഇത് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വേണം അടിച്ചു കൊടുക്കാൻ. അതായത് നമ്മളിപ്പോൾ മറിച്ചിട്ടിട്ടില്ല, ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം വേണം അടിച്ചു കൊടുക്കാൻ. എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് ലെവലായിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതിങ്ങനെ കൈൻ്റെ ഉള്ളിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല കുറേ ഉണ്ടാവില്ലേ. അപ്പോൾ സേഫ്റ്റി പിൻ വെച്ച് കട്ടാക്കി കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് കൂട്ടിയടിച്ചതിന് ശേഷം 9 ഇഞ്ച് എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഒന്ന് കട്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എലാസ്റ്റിക് സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചീസ് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കണം. നമ്മൾ ഈ വെയിൽ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോണ്ടല്ലോ നല്ല രസമുണ്ടാകും സ്ക്രഞ്ചീസ് കാണാൻ. ഞാനിതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഡള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻറ്റഡ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ടില്ല, സ്ക്രഞ്ചീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ലിങ്ക് ഞാൻ ചെയ്ത സ്ക്രഞ്ചീസിൻ്റെ കളക്ഷൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിത് ഇത് വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. നല്ല എന്താ പറയുക, എന്തായാലും നമുക്ക് നഷ്ടം ഉണ്ടാവാത്തൊരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന റബ്ബർ ബാൻഡ് പോലത്തെ, അതായത് ഹെയർ ഉപയോഗിക്കുന്ന ചെണ്ടുണ്ടല്ലോ കുഞ്ഞത്, അതിനെ കൊണ്ടൊക്കെ നമ്മൾ മുടി വേദന എടുക്കുമല്ലോ. ഇത് ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മാക്സിമം ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നിട്ട് ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ കൊണ്ടാവുന്ന ഏർപ്പാടാവല്ലേ ഇത്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ അതൊന്ന് കയറി കണ്ടോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഇതാ ഈ എലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കലാണ്. നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു എലാസ്റ്റിക് ഇതുപോലെ നല്ലപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് സ്റ്റിച്ചാക്കി കൊടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് കൂട്ടിയടിച്ച് കൊടുക്കണം. അതിൻ്റെ ക്ലോത്ത് ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡ് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാ ഇവിടെ ചെറിയ രീതിയിൽ സ്റ്റിച്ചാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ സെയിം തന്നെ ആയിരിക്കണം നമ്മൾ എന്താ പറയുക എടുക്കുന്ന നൂലും. അത് നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റിച്ച് വീഴുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി വീഡിയോസും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക.